ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഹെർബലൈഫ് ഫ്ലെക്സ് 45 ചലഞ്ച്. അതായത് നമ്മുടെ ഹെർബലൈഫ് ന്യൂട്രീഷൻ്റെ 45th ആനിവേഴ്സറി പ്രമാണിച്ച് 45 ഡേയ്സ് ഓഫ് ചലഞ്ച് കണ്ടക്ട് ചെയ്യാൻ പോവാണ്. ഏപ്രിൽ 15th അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. ഇത് നമ്മൾ ഓരോരുത്തരുടെയും ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്ത്, ഫിറ്റ്നസ് ആൻഡ് പേഴ്സണൽ ഡെവലപ്മെന്റ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു 45 ഡേയ്സ് ചലഞ്ചാണ്. സോ നമ്മൾ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഗ്രോത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യവും നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ചലഞ്ചിൽ പറയുന്ന 7 ഡേ കീ ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് യൂസിങ്. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിർത്തിയത് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും ഡെയിലി നമുക്ക് കിട്ടേണ്ട ഡെയിലി ന്യൂട്രീഷൻ ഉണ്ട്. സോ ഡെയിലി ന്യൂട്രീഷൻ എടുത്തുകൊണ്ട് വേണം നമ്മുടെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, സോ ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ് യൂസേജ്, സെക്കൻഡ് വൺ എക്സസൈസ്. നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു. രണ്ടാമത് ഡെയിലി നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് എങ്കിലും വർക്ക്ഔട്ടിന് സമയം കണ്ടെത്തിയിരിക്കണം. തേർഡ് വൺ പേഴ്സണൽ ഡെവലപ്മെന്റ്. സോ ആഫ്റ്റർ വർക്ക്ഔട്ട് നമ്മൾ ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തിരിക്കണം. ചിലപ്പോൾ അത് റീഡിംഗ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും സംതിങ് എൽസ്. പക്ഷേ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ഡെയിലി 20 മിനിറ്റ്സ് സമയം അതിന് കണ്ടെത്തിയിരിക്കണം. ഫോർത്ത് വൺ പ്രോസ്പെക്റ്റിംഗ്. അതായത് ഡെയിലി നമ്മൾ ഒരു 5 ഇൻഡിവിജ്വൽസിനെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും നമ്മുടെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചും ഷെയർ ചെയ്തിരിക്കണം. കാരണം നമുക്ക് കിട്ടിയ ഈ ഒരു ഇത്രയും നല്ലൊരു അമേസിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലേ. അത് ഫുഡ് ആയാലും ശരി, ഓപ്പർച്യൂണിറ്റി ആയാലും ശരി, ലൈഫിൽ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും ശരി, രണ്ടായാലും നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് മാത്രം അത് കിട്ടണം എന്ന് പറഞ്ഞിരിക്കാതെ അറ്റ്ലീസ്റ്റ് ഒരു 5 പേർക്കെങ്കിലും ഡെയിലി നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, നമ്മളത് ഷെയർ ചെയ്തിരിക്കണം. ഫിഫ്ത്ത് വൺ പ്രൊഡക്റ്റ് ഷെയറിങ്. അതായത് ഇൻട്രൊഡ്യൂസ് ഓർ റീറ്റെയിൽ ഹെർബലൈഫ് പ്രോഡക്ട്സ് ടു അറ്റ്ലീസ്റ്റ് 1 person പെർ ഡേ. നമ്മുടെ ഹെർബലൈഫ് പ്രോഡക്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ റീറ്റെയിൽ ചെയ്യുകയോ ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും, ഒന്നുകിൽ ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ക്ലബിലോട്ട്, നമ്മുടെ ന്യൂട്രീഷൻ ക്ലബിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ പ്രോഡക്റ്റ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഒരാൾക്കെങ്കിലും നമ്മുടെ ഹെർബലൈഫ് പ്രോഡക്റ്റ് എന്താണെന്ന് അവർ അറിഞ്ഞിരിക്കണം. സിക്സ്ത് വൺ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ. അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും നമ്മുടെ ഹെർബലൈഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണ് എന്നുള്ള വിവരം ഷെയർ ചെയ്തിരിക്കണം ഡെയിലി. ലാസ്റ്റ് വൺ, സെവൻത്ത് വൺ സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റ്. നമ്മുടെ ഈ പ്രോഗ്രസ്, നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും, നമ്മുടെ പ്രോഗ്രസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക വിത്ത് യൂസിങ് #, #flex45 challenge. ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ഈ 7 ടാസ്ക്കാണ് നമുക്ക് ഫ്ലെക്സ് 45 ചലഞ്ചിൽ വരുന്നത്. സോ അപ്പോൾ ഈ 7 ടാസ്കുകൾ, ഫ്ലെക്സ് 45 ചലഞ്ചിലെ 7 ടാസ്കുകൾ എന്തിനാന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ പേഴ്സണൽ ഹെൽത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, 2 നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈച്ച് ഡെയിലി ആക്ടിവിറ്റീസ് ലൈക്ക്, ഒന്നാമത്തത് എന്തായിരുന്നു, യൂസിങ് ഹെർബലൈഫ് പ്രോഡക്ട്സ്. 2 20 മിനിറ്റ്സ് എക്സസൈസിങ്. മൂന്നാമത്തത് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. നാലാമത്തത് പ്രോസ്പെക്റ്റിംഗ്. ഫിഫ്ത്ത് വൺ യൂസിങ് ദ പ്രോഡക്ട്സ്, ഷെയറിങ് ദ പ്രോഡക്ട്സ്. ആൻഡ് സിക്സ്ത് വൺ presenting Herbalife opportunity. And the last one is connecting with the social media അല്ലേ. ഈ 7 ടാസ്കുകളും നമ്മൾ 45 ഡേയ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ്, നമ്മുടെ ഡെയിലി റൊട്ടീനായിട്ട് ഇത് മാറുകയാണ് അല്ലേ. സോ ഇങ്ങനെ ഡെയിലി റൊട്ടീനായിട്ട് ഈ 7 ടാസ്ക് മാറിക്കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട്? ദ കീ ടു സക്സസ് ഈസ് ഡിസിപ്ലിൻ ആൻഡ് ടൈം മാനേജ്മെന്റ് അല്ലേ. സോ ഇത് തന്നെയാണ് നമ്മൾ സക്സസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അർത്ഥം. സോ എല്ലാവർക്കും നമ്മുടെ ഈ ഫ്ലെക്സ് 45 ചലഞ്ച്, 45 ഡേയ്സിലുള്ള ഈ ഫ്ലെക്സ് 45 ചലഞ്ചിലൂടെ സക്സസ് ആവാൻ സാധിക്കട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.